ഒരു ദിവസം ഇത്രയും ബിരിയാണി കഴിച്ച ചരിത്രം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. മട്ടൺ കഴിച്ചു, ബീഫ് കഴിച്ചു, പ്രോൺസ് കഴിച്ചു, ചിക്കൻ കഴിച്ചു. ഇതാണ് ഒരു ബിരിയാണി ചെമ്പിൻ്റെ കഥ തന്നെയാണ് ഈ സംഭവം. ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചൂടടിക്കുന്നുണ്ടല്ലേ? നല്ല ചൂടാണ്. നല്ലപോലെ ചൂടടിച്ചിട്ടാണ് അവർ ഈ നമുക്ക് വേണ്ടി ഇത്രയും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഒരു ഭയങ്കര മണം. നമുക്കിവിടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഈ മണത്തിൻ്റെ ഇടയിൽ ശരിക്കും വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം ശരിക്കും തന്നെ വരുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് രുചിപ്രേമികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹോട്ടൽ റഹ്മത്ത്. അപ്പോൾ റഹ്മത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് ബിരിയാണിയാണ്. അപ്പോൾ റഹ്മത്തിലെ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൊറോണ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയി അവരുമായിട്ട് സംസാരിച്ചാലേ എനിക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ബയോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. റഹ്മത്തിൻ്റെ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ ഇവിടെ ആർക്കും പരസ്പരം സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊന്നും സമയമൊന്നുമില്ല. എല്ലാവരും തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബഹളമുണ്ട്. ഇതാ കണ്ടില്ലേ, ബിരിയാണിയുടെ ചെമ്പുകൾ ഇതാ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കനലൊക്കെ നല്ല ചൂടോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തുറന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. സോ അവിടെയാണ് നമ്മുടെ ബിരിയാണി ചെമ്പിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പ്രിപ്പറേഷൻ, ബിരിയാണിയുടെ പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. അങ്ങോട്ടേക്ക് വായോ. ഇക്ക, നമസ്കാരം. ഇതാണ് ഒരു ബിരിയാണി ചെമ്പിൻ്റെ കഥ തന്നെയാണ് ഈ സംഭവം. ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചൂടടിക്കുന്നുണ്ടല്ലേ? നല്ല ചൂടാണ്. നല്ലപോലെ ചൂടടിച്ചിട്ടാണ് അവർ ഈ നമുക്ക് വേണ്ടി ഇത്രയും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഇതിപ്പോൾ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുക അല്ലേ? എണ്ണ ഒഴിച്ച് ഇതിലിപ്പോൾ ബീഫ് ഇട്ടേക്കുന്നു. ഓക്കെ, അതിനകത്ത് കറി. ഓക്കെ, ഓരോരോ കറികളായിട്ട് സെപ്പറേറ്റ്. അതിനുശേഷം നമ്മൾ റൈസ് കൂടും. റൈസ് കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാം കഴുകി റെഡിയാക്കി. ഇദ്ദേഹമാണ് നമ്മുടെ ദിനേശ് ഭായ്. ഇദ്ദേഹത്തിന്റെ പേര് ഹലീം, രാജേഷ്. അപ്പൊ ഈ 3 സുഹൃത്തുക്കളാണ്. ശരിക്കും നിങ്ങളാണ് ഇവിടുത്തെ ഇൻചാർജ് അല്ലേ? നമ്മൾ ഇത് ഇപ്പോൾ എത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്? 6 ലിറ്റർ എണ്ണ ഒഴിച്ചു. ഓക്കെ, ഇത് നമ്മൾ ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലം. ഓക്കെ, ഇത് നമ്മൾ അതിനകത്ത് വാടിയതിനു ശേഷം ഓക്കെ അതിനകത്ത് നമ്മൾ അരി ഇടണം. ഇപ്പൊ എത്ര കിലോ അരി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? 35 കിലോ അരിയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതെന്തൊക്കെയാ? തക്കാളിയും കല്ലുപ്പും മാത്രം. കല്ലുപ്പും തക്കാളിയും ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. തിളച്ച വെള്ളം അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം റൈസ് ആവശ്യത്തിന് പാകത്തിന് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇവിടെ വന്നിങ്ങനെ ഈ കാഴ്ച കാണാനൊരു ഭാഗ്യം തന്നെ വേണം. എന്തായാലും അതിന് അവസരം ഒരുക്കിയ റഹ്മത്തിലെ എല്ലാ ആൾക്കാർക്കും സ്പെഷ്യലായിട്ട് സോൾട്ട് പെപ്പറിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഏകദേശം എത്ര മണി വരെ നമ്മളത് ബിരിയാണിയുടെ പരിപാടി നടക്കുന്നത്? ബിരിയാണി ഒരു ഇങ്ങനെ ഇവിടെ തീരുന്നതനുസരിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അത് മുൻഗണന അനുസരിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അവിടെ തീരുന്നതിനനുസരിച്ച് ഇവിടെ വെക്കും. ഇതിപ്പോൾ കൂടുതൽ കാണുന്നത് വിറവിനേക്കാളും ചിരട്ടയാണ്. ചിരട്ട നല്ലപോലെ കത്തിക്കുന്നത്. ചിരട്ട മാത്രമേ ചിരട്ടയാണ് ഭയങ്കര. വെള്ളത്തിന് അതിന് മറ്റുള്ളതിന് അത് മാത്രം വിറവ്. നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന മറ്റേ അടുപ്പൊന്നുമല്ല. ഇവിടെ ഈ ചിരട്ടയും വിറകും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് എനിക്കൊന്ന് അതും ഇതിനകത്തൊരു രുചിയുടെ ഒരു ഘടകം തന്നെയാണ് അല്ലേ? വളരെ പെട്ടെന്ന് റൈസായി അത് ഇറക്കി വയ്ക്കാൻ പോവാണ്.
ശരിക്കും ശ്രദ്ധിച്ച് കണ്ട് ചെയ്തില്ലെങ്കിൽ ശരിക്കും ചൂടും എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടാണിത്. ഇത് ചിക്കൻ അതിലേക്ക് മാറ്റിയിരിക്കുക. അത് എത്ര കിലോ ഉണ്ടാവും? 15-20 കിലോ. 15 കിലോ മേളിൽ. വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ ഇതിന്റെ കൂട്ട് എന്തൊക്കെയാണ്? ഇതിന് കൂടുതലിതാ ഇത് ബിരിയാണി മസാല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന മസാല? എല്ലാ സാധനം പൊടികൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കും. പൊടികൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇത് അതൊരു കൈ അളവിലാണ് അവർ ഇടുന്നത് ശരിക്കും. ഇതാണ് റഹ്മത്ത് ബിരിയാണിയുടെ രഹസ്യം. ഈ രഹസ്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ വെളിപ്പെടുത്തില്ല. ആ ഒരു മസാല കൂട്ടുകയാണ്. മസാല തന്നെ നല്ല മണം. ഇത് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പുതിയൊരു അനുഭവമാണല്ലോ. കാരണം നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ച് എന്തൊക്കെയാണ് ഉള്ളത്, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പ്രോസസ്സ് ഇതെല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ സാധാരണ സോൾട്ട് ആൻഡ് പെപ്പർ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് അതൊന്നുമില്ല. അത്തരം കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇത് അവർ ഫാസ്റ്റായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാചക രീതി എന്ന് പറയുന്നത്? ആദ്യം വീട്ടിലുള്ള എല്ലാം റെഡിയാക്കും. അത് വെന്തതിന് ശേഷം ഈ റൈസിൻ്റെ പണിയുള്ളൂ. അത് റെഡി ആയതിനു ശേഷം അതായത് നമ്മൾ ഇറച്ചി ശരിക്കും മസാല ഇട്ട് നമ്മൾ മാറ്റി വെക്കും. മാറ്റി വെച്ചാൽ അത് വേവിച്ചതിന് ശേഷം അത് എത്ര സമയം മാറ്റി വെക്കുമായിരിക്കും? മസാല ഇട്ട് അരമണിക്കൂറും. അതിന് ശേഷമാണ് നമ്മൾ ഇനി ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ റൈസ് നമ്മൾ ഇതിനകത്തേക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതെന്തായാലും റെഡിയായി വരാനുള്ള ഒരു ചെറിയൊരു എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് സമയം ഇത് റെഡിയാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് റൈസ് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഇതെന്തായാലും ഇത് മാറ്റാൻ സമയമായി അല്ലേ? ഓക്കെ, കണ്ടോ നമ്മൾ ആ വെള്ളത്തോടു കൂടി എടുത്തു വെച്ച റൈസ്. ആഹാ, കാണാൻ തന്നെ എന്താ ഭംഗി. അതിനി പതുക്കെ നമ്മൾ കോരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അല്ലേ? ഇതൊരു പകുതി വേവായതാണ് അല്ലേ? 3/4 ഭാഗത്തോളം വേവായതാണ് ഈ റൈസ്. ഇനി ആ തക്കാളിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ റൈസിനെ അതിൻ്റെ മുകളിൽ ആ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ 3 പേരുടെ എന്താ പറയുക, ആ ഒരു കൈയും മനസ്സും ഒരുപോലെ നിന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതിയിലേക്ക് എത്താൻ പറ്റും. ഒരുമിച്ചാണ് അവർ, ഒരേ മനസ്സോടുകൂടിയാണ് അവർ ഇവിടെ പണിയെടുക്കുന്നത്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം മസാലക്കൂട്ട്, അതിൻ്റെ ഒരു ലെയറിൽ ഈ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇടും അല്ലേ? ഒരു സ്റ്റെപ്പ് ആദ്യം അടിയിലൊരു സ്റ്റെപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഇടയിൽ അത് വീണ്ടും ഇടും. പിന്നെ സ്റ്റെപ്പ് ഇട്ട് അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് ഇത് അത് എണ്ണയാണോ? നെയ്യ് ഒഴിച്ചു കൊടുക്കും അതിൻ്റെ മുകളിൽ. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഒരു ലെയർ കൂടെ റൈസ് ഇട്ട് ഏകദേശം എത്ര സമയം ഇതിനെ ഇവിടെ നമ്മൾ അടുപ്പിൽ വെച്ചേക്കണം? 10 മിനിറ്റ് അടുപ്പിൽ വെക്കും. 10 മിനിറ്റ്. താഴെ അരമണിക്കൂർ. ദം ചെയ്ത് മുകളിൽ മറ്റേ ഇതിട്ട് അല്ലേ? കനലിട്ടിട്ട് അരമണിക്കൂറോളം കനലിട്ട് അവിടെ വയ്ക്കും. ഇവിടെ ഒരു 10 മിനിറ്റാണ് ഇനി അടുപ്പിലിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്ത് ബീഫാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് റൈസ് എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെയാണ് റൈസ് ചെയ്യുന്നത് അല്ലേ? ഇതിൻ്റെ മറ്റേ മസാലക്കൂട്ടുകൾ മാത്രമേ വ്യത്യാസം വരും. അപ്പോൾ ബീഫിലേക്ക് റൈസ് ഒരു ലെയർ റൈസ് ഇട്ടു. ഇനിയിപ്പോൾ ഈ നമ്മുടെ മല്ലിയിലയും കിസ്മിസും ഇതൊക്കെ ഉള്ള ആ ഒരു ലെയർ അടിക്കും. അവിടെ കണ്ടില്ലേ, ഫുൾ മുകളിൽ സെറ്റ് ചെയ്ത് റെഡിയാക്കി അത് അടച്ചു വെച്ചു. കണ്ടോ കല്ലിൽ കോരിയിടുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ടാണ് കല്ലിടുന്നതെന്ന് വിചാരിച്ചു. ഇവിടുന്നേ കല്ലിട്ടാ പോകുന്നത് അല്ലേ? എന്നിട്ട് ഈ കല്ലോട് കൂടിയാണ് ഇവരെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്നത്. ഈ അടുപ്പിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ശരിക്കും ഈ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്കല്ലേ അല്ലേ? നല്ലൊരു രുചിക്കുള്ള ഒരു കഠിന പ്രയത്നമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞ പോലെ
ഇവർ സ്ഥിരമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവർക്കിത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പേപ്പറും ഇതൊക്കെ ഇട്ടിട്ട് ആ റൈസിനെ മൊത്തത്തിൽ മാറ്റി കറക്റ്റ് 2 ചെമ്പിന് പാകത്തിനാണ് ആ റൈസ് അല്ലേ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ചെമ്പ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ബീഫുമായി ചിക്കനുമായി ചെമ്പിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പോവാണ്. 2 ചെമ്പും, അതായത് ബീഫും ചിക്കനും, അതാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇറക്കി ഇങ്ങോട്ടേക്ക് താഴെ വയ്ക്കും അല്ലേ, അല്ല അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും അല്ലേ. ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണ് ആക്ച്വലി. ആ ബോർഡ് നോക്കണം. അതിനെ മാറ്റി വയ്ക്കുക, അതിനെ മാറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ. അങ്ങോട്ടേക്ക് പോകും. ആ ചെമ്പിനെ അവിടെ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ അടുക്കി നമ്മൾ മാറ്റി വയ്ക്കും. കുറേ അടുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് പൊട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്കിനി ഉള്ളത്. ഈ കനലിൽ കടന്ന് ശരിക്കും ആ കനലിൽ കടന്ന് അത് നല്ലപോലെ ഒരു 10 മിനിറ്റ് സമയം, അരമണിക്കൂർ സമയം ആ കനലിൽ അവിടെ വെച്ച് പെർഫെക്റ്റായിട്ട് നീറ്റായിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഗൈഡ് അവർക്ക് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫും ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് പൊട്ടിച്ച് അത് നമുക്ക് രുചിക്കാനുള്ള കാഴ്ചയാണ്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മൾ ഒരു അരമണിക്കൂർ സമയം കൂടെ അതിന് വേണ്ടി നമുക്കുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വൈൻഡപ്പ് സ്റ്റേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അടുക്കിയിരിക്കുകയാണ്. ദമ്മൊക്കെ ഇട്ടിട്ട് ചൂട് കനൽ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഇട്ടിരിക്കുകയാണ്. അത് തുറന്നിട്ടില്ല. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇതൊക്കെ തുറക്കാറായി അല്ലേ, തുറക്കാൻ സമയമായി. ഇതൊക്കെ ഏതൊക്കെയാണ്? ബീഫും ചിക്കനും? ബീഫ്, മട്ടൺ, ചിക്കൻ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേക മണമൊക്കെയാണ്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ട്. ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇക്കാ നമുക്കത് പൊട്ടിച്ചാലോ? ആദ്യം മട്ടൻ ബിരിയാണി. ഇത് മട്ടൻ ബിരിയാണി. ഓക്കെ, നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. ദമ്മായിട്ട് ഇത് സൈഡിൽ ഇതൊന്നും വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചൊന്നും വയ്ക്കുന്നില്ല, അല്ലാതെയാണ്. അതെന്താ ഈ നമ്മൾ ഒട്ടിച്ചൊന്നും വെക്കുന്നില്ല അല്ലേ? ഇല്ല, അതൊന്നുമില്ല, ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള രുചിയാണ്. ആ കോരി ഇടുന്ന കാഴ്ച തന്നെ എന്ത് രസമാണ്. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഒരു ഭയങ്കര മണം. നമുക്കിവിടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഈ മണത്തിൻ്റെ ഇടയിൽ ശരിക്കും വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ട്. നമ്മൾ ഓരോ ഇതിലേക്ക് മാറ്റുകയാണ്. നമുക്ക് അവിടെ വെച്ച് ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. ആദ്യം കോരി മാറ്റിയത് റൈസ് മാത്രമാണ് മാറ്റിയത് അല്ലേ. ഇനിയാണ് നമ്മൾ ബാക്കി. ഇപ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് തന്നെ കഴിയും. ഇതിപ്പോൾ അത് കഴിയൂല. നമ്മളെ സെയില് വിൽപ്പനാണല്ലോ. പീസെടുത്ത് ഒരു സൈഡിൽ മുഴുവൻ മട്ടൺ ഇട്ട് വേറൊരു സൈഡിലേക്ക് അത് റൈസ് റെഡിയാക്കി ഇടുകയാണ്. ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകൾ. ശരിക്കും ഇത് ഇത് 35 കിലോളം വരും അല്ലേ. മട്ടൺ കഴിഞ്ഞു, അടുത്ത ബീഫ് പൊട്ടിക്കാൻ പോകുന്നു. ഈ പൊട്ടിക്കുക എന്ന് പറയുന്നത്, ദം പൊട്ടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ അങ്ങനെ സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. പക്ഷേ ഇത് 2 ലെയറായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ റൈസിൻ്റെ ഒരു ലെയറൊക്കെ മാറ്റി അതിന് ശേഷമാണ്. അപ്പോൾ ഇതെന്താ നമ്മൾ ഇത് മാറ്റാണ്. ലേശം ഡ്രൈ ആയിട്ടുണ്ടല്ലോ. അതായത് ഡ്രൈ ആയിട്ടുള്ള ആദ്യം വച്ചിരിക്കുന്ന അരിയിൽ അത് കഴിക്കാൻ പാകത്തിനല്ല എന്നുള്ളത് കൊണ്ട് അത് മാറ്റിക്കളയാണ്. അത് ചിലർ പറയും അടി പിടിച്ചതാണ്. ഇപ്പൊ കൂടുതലും പാർസലല്ലേ പോകുന്നത്? പാർസൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, ആള് വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ചെമ്പാണ് പൊട്ടിക്കാൻ പോകുന്നത്. മണം എന്ന് പറയുന്നത് 3 പ്രത്യേക രീതിയിലുള്ള മണമാണ്. മണത്തിൽ തന്നെ നമ്മുടെ പകുതി വയറ് നിറയും. സാധാരണ നമ്മുടെ സൗകര്യത്തിലാണ് പലപ്പോഴും ഷൂട്ടുകൾ സംഭവിക്കുക.
നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പാകത്തിന്. ഇന്നിപ്പോൾ റഹ്മത്തിൻ്റെ സൗകര്യത്തിന് നമ്മൾ ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കനും പൊട്ടിച്ചു. ഇത് മൂന്നും കാഴ്ചയിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട് കാഴ്ചയിൽ. അതായത് എനിക്കൊന്ന് റൈസിൻ്റെ മിക്സിൻ്റെ രീതിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ റൈസ് മാത്രമായിട്ട് മാറ്റി അല്ലേക്കാ, ചിക്കൻ്റെ പീസൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കാം. ഇക്ക മൊത്തം എത്ര സ്റ്റാഫുകളുണ്ടാവും ഇവിടെ? നമ്മളിവിടെ 3 ആള്. ചിക്കൻ്റെ ബിരിയാണിയുടെ മേലെയും വിളമ്പുന്നുണ്ട്, എ സിയിൽ. അത് വേറെ സെക്ഷനാണ്. അതായത് 3 തട്ടിലാണ് ഇവിടെ കിച്ചൺ ഉള്ളത് അല്ലേ? അതായത് ഇവിടെ ഒരു കിച്ചണുണ്ട്, മുകളിലൊരു കിച്ചണുണ്ട്, അതിൻ്റെ മുകളിലൊരു കിച്ചണുണ്ട് അല്ലേ? അപ്പോൾ താഴത്തെ ഇതിന് വേണ്ടി ബിരിയാണി ഇവിടെ തന്നെ മാത്രം. ബിരിയാണി ഇവിടെ തന്നെയാണ് മൊത്തം ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പോൾ ആ കിച്ചണിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുക? കാരണം അവിടുത്തെ ചൈനീസൊക്കെ മുകളിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കറികൾ ഉണ്ടാക്കുന്നത് മേലെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. 3 ചെമ്പും തുറന്ന് ബീഫ്, മട്ടൺ, ചിക്കൻ, അങ്ങനെ 3 ചെമ്പ് നമ്മൾ തുറന്ന് കാഴ്ച കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ടേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ടേസ്റ്റ് ചെയ്യാം. അത് 3ഉം നമുക്ക് മാറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമുക്ക് അനുഭവിച്ചറിയാം. എന്തായാലും ഞാൻ കൂടുതൽ ഇവിടെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രുചിയിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ ചെമ്പ് പൊട്ടിച്ച് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രുചിയാണ്. നമുക്ക് രുചിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വിളമ്പുന്നതിന് തന്നെ ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പോഴാണ് ഞാൻ കണ്ടത് പ്രോൺസിൻ്റെ ഉണ്ട് ബിരിയാണി ഇവിടെ. അപ്പോൾ ഇവിടുന്ന് റൈസ് എടുത്തിട്ട് പ്രോൺസ് വേറൊരു മസാല കൂട്ട് അവിടെ ആഡ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ആ മസാല അതിനകത്ത് ആദ്യം ഇടും, അത് കഴിഞ്ഞിട്ട് റൈസ് നമ്മൾ ഇതാക്കും. ഇദ്ദേഹമാണ് അതിൻ്റെ വിളമ്പുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമസ്കാരം. അപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക, അതിനൊരു ഈ വിളമ്പുന്നതിന് തന്നെ ഒരു ടെക്നിക്കുണ്ട്. അത് കറക്റ്റായിട്ട് പീസുകൾ കോരി വെച്ച്. അപ്പോൾ അദ്ദേഹമാണ് നമുക്കിന്ന് 3 ബിരിയാണി ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാൻ പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ചിക്കൻ മട്ടൺ ബിരിയാണി ആ ഒരു കാഴ്ച നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കാണൂ. കണ്ടതിന് ശേഷം ഞാൻ രുചിച്ച് നോക്കാം. നമുക്ക് ഏതാദ്യം എടുക്കാൻ പോകുന്ന? ചിക്കൻ. എന്നാൽ പിന്നെ ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഇവിടെ ചിക്കൻ ബിരിയാണി അത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഞാനപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളതുകൊണ്ട് അവരിതാ എന്നോട് അവിടെ സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത് 3ൻ്റെയും ടേസ്റ്റ് അതെനിക്ക് ഒരെണ്ണം മാത്രമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3ൻ്റെയും ടേസ്റ്റ് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അത് ചിക്കൻ കണ്ടോ, വളരെ സോഫ്റ്റായിട്ടാണ് ഈ ചിക്കൻ ഇരിക്കുന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. കുറച്ച് മസാലയും ഒക്കെ എടുത്തിട്ട് ശരിക്കും ഇതാണ് ബിരിയാണി. ആ ബിരിയാണിയുടെ ഫ്ലേവർ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. മസാല അധികമില്ല, എന്നാൽ ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഉഗ്രൻ ടേസ്റ്റ്. നമുക്ക് ഓരോന്നായിട്ട് അടുത്തത് നമുക്ക് ട്രൈ നോക്കാം. അടുത്തത് ഏതാ? ചെമ്മീനോ? ചെമ്മീൻ ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാലും നമുക്ക് ചെമ്മീനും കൂടെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അടുത്ത നമ്മൾ ചെമ്മീൻ ബിരിയാണി കുറച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അത് മസാല കുറച്ച് അധികം കൂടുതലുണ്ട് ചെമ്മീനിന്. അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നാവിൽ നമുക്കിങ്ങനെ കിട്ടും. എന്താണ് പറഞ്ഞു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. ആസ്വദിച്ചത് കഴിക്കേണ്ടതാണ്. ശരിക്കും വന്നിരുന്നു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടാതെ ഇത് സമാധാനമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഹാപ്പിയായിട്ട് നമുക്ക് കഴിച്ചു തീർക്കേണ്ടതാണ് സംഗതി. അപ്പോൾ ചെമ്മീൻ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ബീഫ് അല്ലേ? അടുത്തത് ബീഫാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബീഫിൻ്റെ ആ ഒരു വേവ് നമുക്ക് നോക്കാം. അതായത് കണ്ടോ, ബീഫ് കണ്ടോ, അതായത് ശരിക്കും നല്ല പോലെ വെന്തിട്ടുണ്ട് ഈ ബീഫ്. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര ബേളാണ് അവിടെ. ഭയങ്കര സോഫ്റ്റാണ് ബീഫ്. നമുക്ക് കുറച്ച് ബീഫ് എടുക്കാം, കുറച്ച് റൈസും കൂടെ മിക്സ് ചെയ്ത്
നമുക്ക് ഏറ്റവും സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബീഫായിരുന്നു. ബീഫ് മാത്രമാണ്. ഇപ്പോഴാണ് മട്ടൺ അവിടെ തുടങ്ങിയത്. ചിക്കൻ അതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം അത് ചിക്കനും അതിൻ്റെ കൂടെ തുടങ്ങി. ബീഫാണ് ശരിക്കും പറഞ്ഞാൽ പുരാതനമായിട്ട് ഇവരുടെ ഒരു ഏറ്റവും ആ ടേസ്റ്റ് പിടിച്ചു പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ബീഫ് ബിരിയാണിയിലാണ്. അത് ശരിക്കും ടേസ്റ്റ് പിടിച്ചു പറ്റാൻ ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ബീഫ് കണ്ടല്ലേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. സൂപ്പർ, അടിപൊളി. മട്ടനും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൺ ഒരു ദിവസം ഇത്രയും ബിരിയാണി കഴിച്ച ചരിത്രം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. മട്ടൺ കഴിച്ചു, ബീഫ് കഴിച്ചു, പ്രോൺസ് കഴിച്ചു, ചിക്കൻ കഴിച്ചു. ഒരു ദിവസം ഇത്രയും ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അടുത്ത് നമ്മൾ മട്ടനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ ബീഫിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് മട്ടനും കണ്ടില്ലേ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ്. ഇതാ കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിട്ട്. നന്നായിട്ട് കുക്കായി ആ കനലിൽ കിടന്ന് അതെല്ലാം ആ ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് റൈസും കുറച്ച് മസാലയും കൂടെ എടുത്ത് അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റൈസ് കഴിക്കുമ്പോഴും നമുക്ക് ഓരോരോ ഫ്ലേവറാണ് കിട്ടുന്നത്. അടിപൊളി. ഇപ്പം ഈ കഴിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടത് ഫ്ലേവർ വൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാം അടിപൊളിയാണ്. ബീഫും മട്ടനുമാണ്. അപ്പോൾ റഹ്മത്തിലെ രുചി നമ്മൾ അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ അമരക്കാരനായ സുഹൈലിക്കയുടെ അടുത്താണ്. നമസ്കാരം സുഹൈലിക്ക, സോൾട്ട് പേപ്പറിലേക്ക് സ്വാഗതം. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട്, അതായത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കോഴിക്കോട് പ്രസിഡൻ്റാണ്. ഓൾ കേരള വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു ഇത്രയും കാലമായിട്ട് ഈ രുചി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു എന്താണ് അതിൻ്റെ ഒരു എഫർട്ട് എങ്ങനെയൊക്കെയാണ്? അതിന് നന്നായിട്ടുള്ള എഫേർട്ട് വേണം, നല്ല എഫേർട്ട് വേണം. പിന്നെ മാത്രമല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്വാളിറ്റി നിന്ന് കഴിഞ്ഞാൽ അതിൽ നിർത്താതെ നെക്സ്റ്റ് ഡേ അതിലും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോഴേ നമുക്ക് മിനിമം പഴയ ക്വാളിറ്റിയിൽ നിർത്താൻ പറ്റുള്ളൂ. ക്വാളിറ്റി ഓക്കെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി താഴോട്ട് പോകും. ഞാൻ ഈ കേട്ട ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ആയിരുന്നില്ല, കുറച്ച് മാറിയായിരുന്നു. ശരിക്കും ഇത് തുടങ്ങിയത് ഫാദറായിരുന്നു. 1961 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫാദർ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു ഒരു 50-55 വർഷത്തോളം ഫാദർ തന്നെ ചെയ്തു. പിന്നെ എനിക്കും ബ്രദറിനും ഏൽപ്പിച്ച് തരിക ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇക്ക സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒപ്പം ഇങ്ങനെ ഒരു അവസരം, അതായത് അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. കാരണം നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ അവരെ മുമ്പിൽ കുക്ക് ചെയ്ത് കാണിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു പുതുമയുള്ളൊരു എപ്പിസോഡായിരിക്കും നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിനും. അങ്ങനെ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാ പ്രാർത്ഥനയും എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത ആഴ്ച മനോഹരമായിട്ടുള്ള രുചിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഇന്ന് യാത്ര പറയുന്നു. ഇക്ക, താങ്ക് യു. അപ്പോൾ ബൈ.